ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും, അല്ല എത്ര പേര് ചെയ്യും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ യൂട്യൂബിലുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എൻ്റെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ ഒരിക്കലും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാതെ വിഷമിക്കേണ്ട എന്ന് കരുതിയും കൂടിയാണ് ഞാനിതിടുന്നത്. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് നെല്ല് പുഴുങ്ങി ഉണങ്ങി നല്ല അരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊരു 10ാം ക്ലാസ് വരെ എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടുള്ള, അതിനുശേഷം ഹോസ്റ്റലിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതിനോടിടയ്ക്ക് അമ്മ വീട്ടിൽ ചെയ്യുന്നതൊക്കെ കണ്ട് അമ്മയുടെ കൂട്ടത്തിൽ വല്ലതുമൊക്കെ ചെയ്ത് ഞാൻ പഠിച്ച കാര്യമാണിത്. ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ മടി കൂടാതെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഞങ്ങൾ കൃഷി ആരംഭിച്ചു. ഞങ്ങൾ തന്നെ അത് തന്നെ പുഴുങ്ങി ഉണങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നെല്ല് പുഴുങ്ങാൻ അറിയാത്തവരുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ട് ചെയ്യാവുന്നതാണ്. അല്ലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ നെല്ല് പുഴുങ്ങി ഉണങ്ങിയെടുക്കാം. നെല്ല് തിളപ്പിക്കാനുള്ള ചെരുവത്തിലേക്ക് ഞാനിപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഈ വെള്ളം പിടിക്കുന്ന സമയത്ത് തന്നെ ഞാനത് കാണിക്കാൻ കാരണം, ഈ ഒരു ചെരുവ നെല്ല് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മാറ്റി വെച്ച് വെള്ളം ഒഴിക്കത്തക്ക രീതിയിലല്ല ഞാൻ ചെയ്യുക. നെല്ലിടുമ്പോൾ ഇത്രത്തോളം നെല്ലിടും, നിറയെ വെള്ളം ഒഴിക്കും. ആ രീതിയിലാണ് ഞാൻ നെല്ല് തിളപ്പിക്കുക. ഒരൊറ്റയൊരു അരി പോലും പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നമ്മളിത് നിറയെ നെല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ ഇത് നെല്ല് പൊങ്ങി ഇത് നിറഞ്ഞ് കവിയും. ആ സമയത്ത് നമ്മളത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ തന്നെ ഒരാൾ തന്നെ ചെയ്യത്തക്ക രീതിയിൽ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗം നെല്ലിടുക, ബാക്കി വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്കത് ഇതിനകത്ത് തന്നെ ഇട്ട് ഇതിൽ നിന്ന് എങ്ങോട്ടും മാറ്റാതെ ഇതിനകത്ത് തന്നെ നെല്ല് തിളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു വെള്ളം ഒരു പകുതിയായി കഴിയുമ്പോഴേക്ക് നെല്ല് വാരിയിടാം. നമ്മൾ നെല്ലിട്ട് കഴിയുമ്പോൾ നെല്ലല്ലാത്ത പതിര് ഇതിനകത്തുള്ളത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അത് നമ്മൾ കോരി കളയണം. നന്നായിട്ട് കൈകൊണ്ട് ഇളക്കണം. നെല്ലെല്ലാം താഴ്ന്ന് വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. പതിര് മാത്രമാണ് ഇപ്പോൾ മേളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പതിര് നമ്മൾ കോരി കളയണം. നമ്മൾ വെള്ളത്തിലേക്ക് നെല്ലിട്ടു, പതിര് മുഴുവൻ തന്നെ വാരിക്കളഞ്ഞു. അതിനുശേഷം അടുപ്പിലേക്ക് തീ കൊടുത്തു. നന്നായിട്ട് 4 വശത്തൊന്നും തീയുണ്ടിപ്പോൾ. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തീ കത്തിക്കുക. 4 ചുറ്റിനും മൊത്തത്തിൽ ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം 2-3 മണിക്കൂർക്ക് അങ്ങനെ തന്നെ ഇടുക. 2-3 മണിക്കൂർ അങ്ങനെ ഇട്ടതിന് ശേഷം വന്ന് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് കോരി, പച്ചവെള്ളം, തണുത്ത വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചിടണം. അങ്ങനെ ഒരു ഫുൾ നൈറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ മോർണിംഗിൽ നമ്മൾ അതിനകത്തെ വെള്ളം ഒരു 90% വെള്ളവും കോരിക്കളയണം. വെള്ളം കോരിക്കളഞ്ഞ് നമ്മുടെ നെല്ല് പുഴുങ്ങിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം അതിലിട്ടതിന് ശേഷം നമ്മൾ പാത്രം അടച്ചു വെച്ച് നന്നായിട്ടത് തീ കൊടുത്ത് പുഴുങ്ങിയെടുക്കണം. ഇനി തിളയ്ക്കുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നെല്ല് തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാണ്. തീക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കെടുത്തിയിടണം. ഒരല്പം പോലും തീ ഇതിൻ്റെ ചുവട്ടിൽ കാണാൻ പാടില്ല. കാരണം ഇതിനകത്ത് കിടന്ന് ഈ തിളച്ച വെള്ളത്തിൽ കിടന്നല്ലെങ്കിൽ വെന്ത് ചോറായി പോകും. അപ്പോൾ പിന്നെ നമ്മുടെ നെല്ല് മുഴുവനും ചീത്തയായി പോകും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇങ്ങനെ ഒരു തിള കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് ഇടുക. തീ കംപ്ലീറ്റ് നമ്മളതിനകത്തുനിന്ന് തീ കളയണം. നെല്ല് തിളപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ 3 മണിക്കൂർ നേരം നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു.
ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം മാറ്റി തണുത്ത വെള്ളം അതിലേക്ക് ചേർത്ത് നമ്മൾ ഓൾ നൈറ്റ് അങ്ങനെ ഇട്ട് വയ്ക്കണം. ഇനി ഞങ്ങൾ വെള്ളം കോരാൻ പോവുകയാണ്. നമ്മളതിനകത്ത് തിളച്ച വെള്ളം ഊറ്റിക്കളഞ്ഞു, പകുതി ഊറ്റിക്കളഞ്ഞു. ഇനി നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. നിറച്ച് നെല്ല് നികക്ക വെള്ളം ഒഴിച്ചിടണം. ഇതിപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തിൽ നെല്ലിട്ട് വെച്ചതുകൊണ്ടാണ് നമ്മൾ കോരി മാറ്റണ്ടാത്തത്. അല്ലെങ്കിൽ നമ്മൾ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നെല്ല് കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കി വെള്ളം ഒഴിച്ചിടണം. തണുത്ത വെള്ളം നിറച്ച് ഒഴിച്ചിട്ടു. അതിനുശേഷം നമ്മളൊരു കമ്പ് കൊണ്ട് ഇത് അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ തന്നെ ചൂട് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാത്രം മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തുറന്ന് തന്നെ ഇട്ടേക്കുക. നമ്മൾ തിളപ്പിച്ചിട്ട് നെല്ലാണിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പാത്രം നിറയെ വെള്ളം ഉണ്ടായിരുന്നു, ഞാനത് കുറച്ച് കോരിക്കളഞ്ഞതാണ്. കാരണം നെല്ലിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെള്ളം ഞാൻ കോരിക്കളഞ്ഞതാണ്. ഇത് നമ്മൾ ഓൾ നൈറ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 hours ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട്. ഇനി ഇതിൽ നിന്ന് മുഴുവൻ എന്താ പറയുക, നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം, ആവി കയറാനുള്ള വെള്ളം മാത്രം ഇട്ടിട്ട് ബാക്കി മുഴുവൻ കോരിക്കളയണം. വെള്ളം കുറഞ്ഞു പോകരുത്. ഒരല്പം വെള്ളം ഇരുന്നാൽ നമുക്ക് അടിയിലിരിക്കുന്ന വെള്ളം നമ്മൾ നെല്ല് കോരിയതിന് ശേഷം കളഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ട് നെല്ല് നമ്മൾ നന്നായിട്ട് തീ കൊടുക്കുമ്പോൾ ആവി കയറുന്നതോടൊപ്പം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു കുറച്ച് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% വെള്ളം അടിയിലിടുക, ബാക്കി 90% വെള്ളം കോരിക്കളയണം. ഇനി ഞാൻ ഇതിൻ്റെ വെള്ളം കോരിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ തിളപ്പിച്ചിട്ട നെല്ല് ഒരല്പം പോലും വെന്ത് പോയിട്ടില്ല. വെന്ത് പോയെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം നമ്മുടെ ഈ നെല്ലിന് പൊട്ടലുണ്ടാവും. ഒരു ശകലം പോലും പൊട്ടലില്ലാണ്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട നെല്ലാണ് ഈ കാണുന്നത്. ഇങ്ങനെ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. നമ്മൾ നെല്ലിനകത്തെ വെള്ളം ഓൾമോസ്റ്റ് കോരിക്കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് വെള്ളം മാത്രം, ഏറ്റവും അടിയിൽ വളരെ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് തീ കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇത് ആവി കയറ്റുകയാണ് ചെയ്യുക. ആവി കയറി നെല്ല് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ, അതായത് അന്നേരമാണ് അതിൻ്റെ അത് പുഴുങ്ങിയെടുത്തത് കൃത്യമായിട്ടത് അതിൻ്റെ വേവ് പാകമായി എന്ന് നമ്മൾ അറിയുന്നത്. നെല്ലൊന്ന് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിനകത്ത് ഇട്ടേക്കണം, ഇല്ലെങ്കിലത് വെള്ളം കുറവാണെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ ചോറിന് പുകച്ചവ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തീ കൊളുത്തി ആവി കയറ്റാം. നമ്മളതിനകത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞു. ഞാനിപ്പോൾ അടുപ്പിലേക്ക് തീയും കൊളുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ആവി കയറ്റാം. ഇതിപ്പോൾ നമ്മൾ ഇത്രയും വലിയ അടപ്പായതുകൊണ്ട് അടപ്പം നല്ല ചൂടുകൊണ്ട് നമുക്ക് മാറ്റാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ചെയ്തെടുത്ത് നമ്മൾ നെല്ല് കുത്തി അരി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കഞ്ഞി കുടിച്ച് കഴിയുമ്പം അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. നമ്മൾ സ്വയം ചെയ്തതും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്കതിന് ഇരട്ടി ടേസ്റ്റ് ഉണ്ടാകും. പണ്ടൊക്കെ അമ്മച്ചിമാർ നെല്ല് പുഴുങ്ങുന്ന സമയത്ത് നമ്മുടെ ചണച്ചാക്കാണ് ഈ അടപ്പിന് പകരം അവർ അതിട്ടാണ് മൂടി വെച്ചിരുന്നത്. അപ്പോൾ ആവി വരുന്നവർക്ക് നന്നായിട്ട് കാണാനും പറ്റും. നമ്മൾ നെല്ല് പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായി. നന്നായിട്ട് തീയും കൊടുത്തു. ഇപ്പം നന്നായിട്ട് ആവി കയറുന്നുണ്ട്. അടിയിൽ നിന്ന് നല്ല ഈ പാത്രത്തിനകത്തും നല്ല എരപ്പുണ്ട്. അതായത് അകത്ത് വെള്ളം തിളച്ച് ആവി കയറുന്നതിൻ്റെ ഒരു സൗണ്ടും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം, നെല്ല് പാകത്തിനായോ എന്ന് നോക്കാം. നെല്ല് പുഴുങ്ങിക്കഴിഞ്ഞ് നമ്മൾ നെല്ല് പുഴുങ്ങിയത് പാകമാണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ അടപ്പ് അല്ലെങ്കിൽ നമ്മൾ ചണച്ചാക്കായിട്ടിരിക്കുന്നെങ്കിൽ അത് മാറ്റി നോക്കിയതിന് ശേഷം നെല്ലിനൊരു പിളർപ്പ് കാണാം. എന്നാൽ അകത്തെ സാധനം, അകത്ത് നമ്മുടെ അരി വെന്തും പോയിട്ടില്ല. എന്നാൽ അരി ഇതിൻ്റെ തൊണ്ടൊന്ന് പിളർന്ന് നമ്മുടെ കുത്തിരി ആയതുകൊണ്ട് ഇതിന് ചുമപ്പ് കളറാണ് നമ്മൾ കാണുക. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, ആവി പറക്കുന്ന ചൂടത്ത് നമ്മൾ കൈ ഇപ്പോൾ കാണാമോ, ചില നെല്ലൊക്കെ വിണ്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മൾ തീ നന്നായിട്ട് ഓഫ് ചെയ്യുക. നമുക്കിത് കോരിയെടുത്ത് ഉണങ്ങാനായിട്ട് ഇടാവുന്നതാണ്. ഇതാണ് നമ്മുടെ നെല്ലിൻ്റെ പാകം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീ കൊടുത്ത് ഒരുപാട് ആവി കയറ്റരുത്, വെന്തളിഞ്ഞു പോകും, പിന്നെ ചോറ് വളിച്ചു പോകും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ അത് കറക്റ്റ് പാകത്തിനായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി അത് തുറന്ന് പരമ്പയിലോ പായയിലോ എങ്ങനെയാണോ നിങ്ങൾ സാധാരണ ഇടുക അതുപോലെ ടെറസയിലോ ഒക്കെ കൊണ്ടുപോയി ഇട്ടത് നമ്മളിനി ഉണക്കിയെടുക്കണം. നമ്മൾ ഇത്രയും ചെയ്ത ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കണ്ടോ, ഇപ്പോൾ എല്ലാ നെല്ലിനും ആ പൊട്ടൽ വീണിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം പോലും വെന്ത് പോയിട്ടുമില്ല. നമ്മൾക്ക് തന്നെ അവനവന് പറ്റുന്നത് പോലെ തന്നെ അവനവൻ്റെ വീട്ടിലെ നെല്ല് എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഞങ്ങളുടെ നെല്ല് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഞങ്ങൾ നെല്ല് തിളപ്പിക്കുന്നതും പുഴുങ്ങുന്നതും ഉണങ്ങിയെടുക്കുന്നതും എല്ലാം ഞങ്ങൾ രണ്ടും കൂടെ തന്നെയാണ്. അപ്പോൾ അത് ഉണങ്ങിയെടുക്കുന്നത് നന്നായിട്ട് പരമ്പയിൽ വിരിച്ച് കനം കുറച്ച് വിരിച്ചതിന് ശേഷം അതിന് നമുക്ക് കൈകൊണ്ട് ചൂടോടെ ചെയ്യാനായിട്ട് പാടായതുകൊണ്ട് വൈപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ വൈപ്പറിന് പകരം നെല്ലുള്ളവരൊക്കെ ഇങ്ങനെ തടി കൊണ്ട് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല വെയിറ്റാണ്. അപ്പോൾ ഈ വൈപ്പറാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, തീരെ കനക്കുറവാണ്. വെയിലത്ത് നിന്ന് വേണമല്ലോ ഇത് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി വൈപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇളക്കമൊക്കെ നമുക്ക് എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നെല്ല് പുഴുങ്ങി ഉണങ്ങി വെച്ചിട്ടാണ് ഞാൻ പോകാറ്. അരി പോലും പൊടിയാതെ നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന അരിയാണിത്. ഒരെണ്ണം പോലും പൊടിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് പൊടിഞ്ഞ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എടുത്തതിൻ്റെ ഉണക്കിയെടുത്തപ്പോൾ അത് കൂടുതൽ സമയം ഉണങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ചു പോയതാണത്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പോൾ പിന്നെ ഒരെണ്ണം പോലും പൊടിയാതെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് വളരെ മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. കാരണം ഇത് നിങ്ങളവർക്ക് എനിക്ക് വട്ടാന്നല്ലേ, എനിക്ക് വട്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ നെല്ലൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഞാൻ കൂടാറില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ചെയ്യുകയൊക്കെ ചെയ്താണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നെല്ല് പുഴുങ്ങുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വീഡിയോയും കൂടി ഇരിക്കട്ടെ. എന്തായാലും ഒരു കുക്കറി ഷോ അല്ലേ, കഞ്ഞി വെക്കണമെന്നുണ്ടെങ്കിൽ അരിയില്ലാണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയത്തില്ലാത്തവർക്കത് കാണുകയും ചെയ്യാം. ഇനി ആർക്കെങ്കിലും നെല്ലുണ്ടായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, എനിക്കറിയാം ഒത്തിരി പേര് കൃഷി ചെയ്തതിന് ശേഷം അവർ നെല്ല് വിറ്റിട്ട് അരി മേടിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് അവനവൻ്റെ വീട്ടിലേക്കുള്ളത് വിഷമില്ലാത്ത അരി, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് അവനവൻ തന്നെ ഇച്ചിരി കഷ്ടപ്പെടണം, അല്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലും ചെയ്യാനൊക്കെ തുടങ്ങിയാൽ വളരെ സന്തോഷം. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പോയി, ഞാനിത് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോസ്. നിങ്ങൾ യൂട്യൂബിൽ പോയി എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതിസ് മന്ന കിച്ചൻ.